സിനിമാ പ്രേമികൾക്കും തിയേറ്റർ പ്രേമികൾക്കും ഒരു ഗംഭീര സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുറേ പേരെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ബാംഗ്ലൂരിൽ വർഷങ്ങളായിട്ട് മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള ലാഭവും കൊള്ളയടിയും ഗവൺമെൻറ് നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ ടിക്കറ്റ് പ്രൈസ് ക്യാപ്പിംഗ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓൾറെഡി തമിഴ്നാട്ടിലും ഹൈദരാബാദൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഈ ഒരു സംഭവം ബാംഗ്ലൂരിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഹോൾ ഓഫ് കർണാടകയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും വർഷങ്ങളായിട്ട് അവിടെയുള്ള സിനിമ പ്രേമികളെയും തിയേറ്റർ പ്രേമികളെയും ലൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ മൾട്ടിപ്ലക്സിന് വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. പിക്ചർ പെർഫെക്റ്റും ഇതിൻ്റെ ഇടയിൽ കൂടെ ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ അന്യായമായ രീതിയിൽ വായി തോന്നിയ ടിക്കറ്റ് റേറ്റ് മേടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ മൾട്ടിപ്ലക്സിൻ്റെ അണ്ണാക്കിലാണ് കർണാടക ഗവൺമെൻറ് പൊത്തി വിട്ടേക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഗവൺമെൻറ് കൊണ്ടുവന്നെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ കണ്ടതാണ്, എമ്പുരാൻ എന്നുള്ള സിനിമയെ വെച്ച് തുടങ്ങിയതാണ് ഇവിടെയുള്ള മൾട്ടിപ്ലക്സ് കുത്തക തേട ഈ ഒരു മര്യാദ ഇല്ലാത്ത ടിക്കറ്റ് പ്രൈസ് പരിപാടി. ഇതൊക്കെ കൂടാതെ ട്രിവാൻഡ്രത്താണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏത് തിയേറ്ററാണെന്ന് അറിയാം, ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചർ പെർഫെക്റ്റ് എന്നും പറഞ്ഞ് സെൻട്രൽ സീറ്റിൽ വായി തോന്നിയ റേറ്റ് കൂടുതൽ മേടിക്കുന്നവന്മാർ ഇതേ പരിപാടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ ഇപ്പോൾ ഗവൺമെൻറ് വായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിക്ചർ പെർഫെക്റ്റ് സീറ്റായാലും സൈഡിലെ സീറ്റായാലും ഏത് സീറ്റായാലും 200 രൂപ പ്ലസ് GST, അതും GST വെറും 36 രൂപ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 236 രൂപ ഐമാക്സിൽ പോലും ടിക്കറ്റ് പ്രൈസ് വാങ്ങാൻ പറ്റുകയുള്ളൂ. ഐമാക്സ് മാത്രമല്ല, സ്പെഷ്യൽ ഫോർമാറ്റായുള്ള സ്ക്രീൻ എക്സ്, PVRൻ്റെ ഐസ് തിയേറ്റേഴ്സ്, അതുപോലെ തന്നെ 4DX, MX 4D, ബിഗ് പിക്സ്, PXL എല്ലായിടത്തും ഇനി തൊട്ട് 200 രൂപ പ്ലസ് GST ആയിട്ടുള്ള 236 രൂപയെ ബാംഗ്ലൂരിൽ ഏത് സിനിമയ്ക്കും വാങ്ങാൻ പറ്റുകയുള്ളൂ. കിടിലം മൂവ് കർണാടക ഗവൺമെൻറ്, കിടിലം പൊളിച്ചടുക്കിന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ വേണം ഗവൺമെൻറ് ആയി കഴിഞ്ഞാൽ. ഇത് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു നേരത്തെ തന്നെ. എന്തായാലും ഈ 2025 ചെയ്തതിൽ എനിക്ക് നിങ്ങളോട് ഹൈ റെസ്പെക്ട്സ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് കൂടാതെ സാധാരണ സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സിന് മിനിമം പൈസയായിട്ട് 120 രൂപ വാങ്ങാം. അതുപോലെ മാക്സിമം എമൗണ്ടായിട്ട് 200 രൂപയെ വാങ്ങാൻ പറ്റുള്ളൂ. അതെങ്ങനെയുണ്ട്? അതും പൊളിച്ചില്ലേ? കിങ് സൈസ് തിയേറ്റേഴ്സിൽ പോലും ഇനി തൊട്ട് 200 രൂപ മുകളിൽ ഒരു സിനിമയ്ക്കും പ്രൈസ് ചെയ്യാൻ പറ്റില്ല. കലക്കൻ ഇനീഷ്യേറ്റീവാണ് കർണാടക ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഗംഭീര ഒരു കയ്യടി തന്നെ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത്ര ഗംഭീര പരിപാടിയാണ് ഇവർ ചെയ്തത്. ഇതൊക്കെ കൂടാതെ ലക്സ് ഫോർമാറ്റ് അല്ലെങ്കിൽ PVR ഗോൾഡ് ഫോർമാറ്റ്, ഐനോക്സിൻ്റെ ഇൻസിഗ്നിയ എന്നുള്ള പരിപാടി, ഡയറക്ടേഴ്സ് ആയിട്ട് അങ്ങനെ കുറേ ഈ ഭയങ്കര പൈസയുള്ള ആൾക്കാരും അതുപോലെ ലക്ഷറി ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരുടെ ടിക്കറ്റ് പ്രൈസ് ഉണ്ടല്ല, അവർക്ക് പ്രൈസ് ക്യാപ്പ് പരിപാടികളൊന്നുമില്ല. പക്ഷേ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. 70 സീറ്റിൽ കുറവ് സീറ്റ്സ് ഉള്ള തിയേറ്റേഴ്സിനെ അത് വാങ്ങാൻ പറ്റുള്ളൂ. 70-ൽ കൂടുതൽ സീറ്റുകൾ ഉള്ളൊരു തിയേറ്റർ ആണെങ്കിൽ മാക്സിമം പ്രൈസ് 200 രൂപ. അതിപ്പോൾ എന്ത് തരം സീറ്റ് ഇട്ടാലും, മൊത്തം 100 സീറ്റ് റിക്ലൈനർ ഇട്ടിട്ടും കാര്യമില്ല. 70 സീറ്റിലും അടിയിൽ മാത്രമാണെങ്കിൽ മാത്രമാണ് പ്രൈസ് ക്യാപ്പ് ഇല്ലാത്ത ഒരു സംഭവമുള്ളൂ. അതും വൈകാതെ തന്നെ ചിലപ്പോൾ അവർ അതിലൊരു ലിമിറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവന്മാർ മുതലെടുക്കും എന്നുള്ള കാര്യം ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇവർ ഊറ്റി കുടിക്കും അവിടെ വന്ന ആൾക്കാരെ. ഓൾറെഡി പോപ്കോണും ഫുഡിൻ്റെയും വില വെച്ച് ആൾക്കാരെ ഊറ്റി വലിച്ച് കുടിക്കണ ഡ്രാക്കുളാസാണ് മൾട്ടിപ്ലക്സ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഇവരുടെ സ്പെഷ്യൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചില മൾട്ടിപ്ലക്സ് ചെല്ലുമ്പോഴേക്കും നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഞാൻ ഇതിന് വേറൊരു പരിപാടിയും കൂടി ചെയ്ത് എൻ്റെ എല്ലാ എക്സ്പെൻഡിച്ചറും ഞാൻ ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് ആക്കി. ക്യാഷ് കൊടുക്കുന്ന പരിപാടി നിർത്തി, വേറെ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്ന നിർത്തി. അപ്പോൾ എൻ്റെ എല്ലാ ചിലവുകളും ഇതിലൂടെ ആക്കി. അപ്പോൾ എന്ത് പറ്റി, എനിക്ക് കുറേ ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് വലിയ ലൂട്ടിങ് സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലുള്ളവർക്ക് ഇത് മറ്റേ ജിന്താക്ക് ആ ലെവൽ സാധനമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര വർഷം അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദി റിയലി ഡിസേർവ് ദിസ്. ഇനി ഇത് ഡിസേർവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുംബൈയും ഡൽഹിയാണ്. കാരണം
അവരെയൊക്കെ ഊറ്റി കുടിക്കുന്നതാണ്. ചില അപരാധ പ്രോ ലെവൽ മലങ്കൾട്ട് പോലും അല്ലാതെ ഉള്ള ചില പടങ്ങൾ, അതായത് ഒരു രീതിയിലും ആസ്വദിക്കാൻ പോലും പറ്റാത്ത പടങ്ങൾ വരെ 2000 തൊട്ട് 2800 രൂപ ടിക്കറ്റ് പ്രൈസ് വാങ്ങി കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ഡൽഹിയും മുംബൈയിലുള്ള ആളുകളാണ്. അവർക്കും ഇത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ വന്നിട്ട് ഇവർ അടപടലം പിക്ചർ പെർഫെക്റ്റ് കോഫി എന്നും പറഞ്ഞിരിക്കണം. കാരണം ഇവർക്കത് വേണ്ടതാണ്. ഒരു മര്യാദ വേണം, അവിടെ ഒരു മര്യാദ വേണം. ഇത്രയും കാലം നിങ്ങൾ ഈ മര്യാദ കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇമാതിരി വെറുപ്പ് ആൾക്കാർക്ക്. ഇപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി ആ ലെവലിലാണ് ഇവരുടെ പ്രോ ലെവൽ ലൂട്ടിങ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഹൈപ്പുള്ള പടം വന്നാൽ അപ്പം തന്നെ ഇവന്മാർ ലോകത്തെങ്ങും ഇല്ലാത്ത ടിക്കറ്റ് പ്രൈസും കൊണ്ട് വരണം. ലോകത്ത് തന്നെ, ഞാൻ ഇതിനു മുന്നേ പറയുന്നത്, ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഗംഭീര തിയേറ്റേഴ്സിൽ പോലും ഇമാതിരി ലെവൽ ടിക്കറ്റ് പ്രൈസ് ഉണ്ടാവില്ല. അതിനും കൂടുതലാണ് ഇവിടെയുള്ള കുറേ ചട്ടി തിയേറ്റേഴ്സ് ഈ പ്രൈസ് മേടിക്കുന്നത്. അതും ആ പ്രൈസ് മേടിച്ച് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അതുമില്ല. കേരളത്തെ സംബന്ധിച്ചിട്ട് കണ്ട 1000 രൂപ ടിക്കറ്റ് പ്രൈസ് ഒക്കെ ചെയ്തിട്ട് അതിനുള്ള ക്വാളിറ്റിയും തരില്ല എന്നുള്ള അവസ്ഥയാണ്. മിക്കവരും ഇപ്പോഴും 10, 13 കൊല്ലം 8 കൊല്ലം പഴക്കമുള്ള പ്രൊജക്ടറും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജാമ്പവാന് പോലും വേണ്ടാത്ത, അല്ലെങ്കിൽ ആക്രിക്കടയിൽ പോലും എടുക്കാൻ മടിക്കുന്ന ലെവല് പഴയ പ്രൊജക്ടറും ഓട്ടയും വീണ് മറ്റേ എന്താ പറയുക ചെതലരിച്ച് പണ്ടാരം തുടങ്ങിയ സ്പീക്കേഴ്സും വെച്ചുകൊണ്ട് ഇപ്പോഴും തിയേറ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കണേ കുറേ എണ്ണങ്ങൾ. എന്നിട്ട് അവന്മാർക്കൊക്കെ ഈ പറഞ്ഞ ബാക്കി നല്ല രീതിയിൽ പ്രൊജക്ടറും വെച്ച് ലേസറും ആക്കി അറ്റ്മോസ് സംവിധാനവും തന്ന് കിടിലനായിട്ട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് നൽകുന്ന തിയേറ്റേഴ്സിൻ്റെ അതേ ടിക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് അവന്മാർക്ക് മേടിക്കാൻ പറ്റുന്ന? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിലും ഇത് വരേണ്ടതാണ്, ഇത് വരേണ്ടത് അനിവാര്യമാണ്. ഇത് മസ്റ്റായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവിടെ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊജക്ടേഴ്സും നല്ല ഓഡിയോ സിസ്റ്റവും യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് നൽകുന്ന തിയേറ്റേഴ്സ് ഇവിടെ നിലനിന്നാൽ മതി. നല്ലത് തരുന്നവർ ഇവിടെ നിലനിന്നാൽ മതി. അല്ലാത്തത് പൂട്ടിപ്പോണെങ്കിൽ പൂട്ടിപ്പോട്ടെ എന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അപ്ഗ്രേഡ് ചെയ്യട്ടെ. നമുക്ക് ഈ നല്ല എക്സ്പീരിയൻസ് നൽകാത്ത സ്ഥലത്ത് നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എന്തിനു കൊണ്ടേ തുലയ്ക്കണം? നമ്മൾ പൈസയും കൊടുക്കണം, നമുക്ക് മോശം എക്സ്പീരിയൻസും ഉണ്ടാവും, നല്ലൊരു സിനിമ നശിപ്പിച്ചും തരും. ഇങ്ങനെയുള്ള തിയേറ്ററിൽ നിന്ന് നമ്മൾ സഹിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഇതിപ്പോൾ 2025 നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ OTT വരെ ഉണ്ട്. കുറേ ആൾക്കാർ OTTയിൽ ആശ്രയിക്കുന്നതും തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അവരുടെ നാട്ടിലുള്ള തിയേറ്റർ ഒടുക്കത്തെ പൈസയും വാങ്ങിയിട്ട് മര്യാദക്ക് തിയേറ്ററിലൊക്കെ പോലെയുള്ള പഴയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈവൻ ടോപ്പ് ക്ലാസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുതിയ ടെക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ്പീരിയൻസ് തരാത്തതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇനി ബാംഗ്ലൂരിൽ നടക്കാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നല്ല നല്ല തിയേറ്റേഴ്സ് അവിടെ നിലനിൽക്കും. അല്ലാത്തവരൊക്കെ ഒന്നെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിർത്തിപ്പോവും. അത് നല്ല കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നല്ലത് തരുന്നവർ മാത്രം നിലനിന്നാൽ മതി എന്നേ, അതാണ് എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാത്ത ഇപ്പോൾ നല്ലൊരു ഭക്ഷണം നൽകാത്ത റെസ്റ്റോറൻറ്റ് എന്തിനവിടെ നിലനിൽക്കണം? ഒരു മിനിമം ക്വാളിറ്റി ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം തരാത്ത ഒരു റെസ്റ്റോറൻറ്റ് അവിടെ നിലനിൽക്കണ്ട എന്നുള്ള ഒരു കാര്യമാണ് എനിക്കുള്ളത്. അതുപോലത്തെ ഒരു സംഭവം തന്നെ സിനിമയുടെ കേസിലും വരുമ്പോഴേക്കും അതവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അവർ നല്ലത് തരട്ടെ, ക്വാളിറ്റി എങ്കിലും നല്ല സാധനം തരും. നമ്മൾ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഓരോരുത്തർക്ക് വ്യത്യാസമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, സിനിമയുടെ കാര്യത്തിലും അത് തന്നെയാണ്. സിനിമ കാണുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുക ഇടാതെ അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആ സിനിമ എത്ര മോശം സിനിമയായാലും അതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ടെങ്കിൽ അത് ആ കാണേണ്ട രീതി കാണാൻ നമുക്ക് പറ്റണ്ടേ? അതിവിടെ പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബാംഗ്ലൂരിൽ കർണാടക കൊണ്ടുവന്ന ഇതേ റൂൾ പോലത്തുള്ള പരിപാടികൾ ഇവിടെയും കൊണ്ടുവരണം. ഓൾറെഡി തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ എന്നിട്ട് പോലും അവിടെ ഏതെങ്കിലും തിയേറ്റർ അധികം നിർത്തി പോകണ്ട, ഇല്ല കൊള്ളൂലാത്ത തിയേറ്റർ നിർത്തി പോകണ്ട, അല്ലാത്ത എല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഫസ്റ്റ് ഡേ എന്ന് മാത്രമല്ല അമ്മാതിരി ആളാണ്. നമ്മുടെ ഇവിടെ തുടരും എന്നുള്ള സിനിമ ഹിറ്റായ ടൈമിൽ അല്ലെങ്കിൽ ലോക്കൽ സിനിമ ഹിറ്റായ ടൈമിലൊക്കെ ആൾക്കാർ കയറി വന്ന പോലെ ആവേശത്തിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ, അതുപോലെയാണ് അവിടെ ഒരു സാധാരണ സിനിമ ഇറങ്ങിയ ആൾക്കാർ കാണാൻ പോകണം. അത്ര ആൾക്കാരാണ് തിയേറ്ററിൽ കാണാൻ പോകുന്നത്. കാരണം എന്താ, നമ്മുടെ പോക്കറ്റിൻ്റെ കളസവും ഓട്ട വന്ന് നമ്മുടെ ഇന്നർ വെയർ വരെ കീറിപ്പോണ ലെവലിലുള്ള ടിക്കറ്റ് പ്രൈസ് അല്ല അവിടെ ഒന്നും. അവിടെയൊക്കെ ചില തിയേറ്ററിൽ 30 രൂപ തൊട്ട് ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, ചില തിയേറ്ററിൽ 70 രൂപ തൊട്ടുണ്ട്. അവിടെ പ്രൈസ് ക്യാപ്പ് ഉണ്ട്, ഇത്ര രൂപയ്ക്ക് മുകളിൽ വാങ്ങാൻ പറ്റില്ല എന്നുള്ള പരിപാടിയുണ്ട്. അത് ഹൈദരാബാദ് ആയിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ. ഇപ്പം കുറേമാർ വരും, കുറേ സോക്കോൾ ടീമുകൾ, അയ്യോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ നിർത്തിപ്പോവും. മാങ്ങാത്തൊലിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ് തമിഴ്നാട്ടിലും ഹൈദരാബാദുള്ള. അവിടെ എന്തുകൊണ്ട് അവർ നിർത്തി പോകാത്ത? കാരണം പൈസ കുറച്ചപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പോൾ പൈസ കൂട്ടി വെച്ച സമയത്ത് വെറും 50 പേരെ വരുന്നുള്ളെങ്കിൽ പൈസ കുറക്കുമ്പോൾ
ഒരു 500 പേരെങ്കിലും തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കുക. അല്ലാതെ ഇപ്പോഴും ഈ പറഞ്ഞ ഒടുക്കത്തെ പൈസ കൂട്ടി വെക്കുന്ന ആൾക്കാരെ ഫുള്ള് സപ്പോർട്ടും ചെയ്ത് അവർ എന്ത് ചെറ്റത്തരം കാണിച്ചാലും എന്ത് തീട്ടം വിറ്റാലും അത് വാങ്ങി കഴിക്കുന്ന കുറേ മണ്ടന്മാർ ഇവിടെ ഉണ്ട് നാട്ടിൽ, വെറും മണ്ടന്മാർ. അവന്മാർ കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടും കൂടവും പിടിക്കാത്തതെന്ന് ഞാൻ പറയും. കാരണം ഇവന്മാർ മീഡിയോക്കർ എക്സ്പീരിയൻസ് തരുന്ന ആൾക്കാരെ കോൾ ഔട്ടും ചെയ്യില്ല. അവരൊക്കെ ഇങ്ങനെ മറ്റേ തടവി തലോടി ഇങ്ങനെ കൊണ്ടു നടക്കും. പിന്നെ നമ്മളിവിടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. ഇവന്മാർ പൈസ മേടിച്ച് ലോകത്തെ എന്ത് തീട്ടവും സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ ശരിയാവും? ഇത് കണ്ട് വിശ്വസിച്ച് പാവങ്ങളായ നമ്മളെപ്പോലുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർ കണ്ടിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഒരു ചട്ടി ഉണ്ടാവില്ല. സിനിമ ഇഷ്ടമാവുകയോ ഇല്ലയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ലോകം ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ലോകം ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ഭ്രമയുഗം ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഭ്രമയുഗം ഇഷ്ടപ്പെടുന്നില്ല. ഭ്രമയുഗം എന്തൊരു ബോറിംഗ് പടമാണെന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. പിന്നെ നൻപകൽ നേരത്ത് മയക്കം, എൻ്റെ വൈഫിന് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഭയങ്കര ബോറടിച്ച പടമായിട്ടാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കത് ആഗോള ലെവൽ സിനിമയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം വേറെയാണ്. അത് പോട്ടെ, അത് നമുക്ക് കുഴപ്പമില്ലാന്ന് നോക്കാം. അതൊന്നും എല്ലാവരും പറഞ്ഞ് എന്താ പറയുക ഇഷ്ടപ്പെടുത്താനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഒന്നും നമുക്ക് ഫോഴ്സ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതൊന്നും ഞാൻ സംസാരിക്കണില്ല. ഞാൻ പറയുന്നത് നമുക്ക് കൊടുക്കുന്ന പൈസക്ക് മൂല്യം കിട്ടുന്നത് എല്ലാവരുടെ കേസിൽ ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചിലവർ ഈ സീറ്റ് നല്ലത് പ്രതീക്ഷിച്ചിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ആൾക്കാർ പോയിട്ട് അവരെ പൊക്കി പറയും. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് നല്ല സീറ്റ് തന്നിട്ട് മോശം രീതിയിൽ സിനിമ കാണിച്ച് തരികയാണ് ചെയ്യണത്. അതാണ് ഇവർ ചെയ്യുന്ന പരിപാടി. ഇവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളങ്ങനെ സുഖിപ്പിച്ചിരുത്തിയിട്ട് ആ സിനിമ കാണിക്കുന്ന സാധനം മീഡിയോക്കർ സാധനമായിരിക്കും വെച്ചേക്കണത്. നമ്മളെന്തിനാണ് തിയേറ്ററിൽ പോണത്? സോഫയിലിരിക്കാനാണ്. എന്നാൽ വീട്ടിൽ വല്ല കൗച്ചും മേടിച്ചിരുന്നാൽ പോരെ. നമ്മൾ തിയേറ്ററിൽ പോകണത് എന്തിനാ? അവിടെ ചെന്നിട്ട് കുറേ ഭക്ഷണം വലിച്ചു വാരി തിന്ന് അവിടെ കിടന്ന് സൂഹിക്കാനാണ് പോണത്? അല്ല, സിനിമ കാണാനാണ് പോണത്. അറ്റ്ലീസ്റ്റ് എന്നെ പോലെയുള്ള ആൾക്കാർ സിനിമ കാണാനാണ് തിയേറ്ററിൽ പോകണം. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് ടെക്സ്റ്റ് ചെയ്യാനോ. പിന്നെ കുറേ അലവലാദികളുണ്ട് സിനിമ കാണാൻ മഞ്ഞെന്നും പറഞ്ഞ് വന്നിട്ട് മറ്റുള്ളവരുടെയും കൂടി എക്സ്പീരിയൻസ് നശിപ്പിക്കുന്ന കുറേ നാറികൾ. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന തിയേറ്റർ ആസ്വാദനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർ വരുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും കൂടുതൽ പേരും ഉദ്ദേശിക്കുന്നതും അവരാഗ്രഹിക്കുന്നതും നല്ല ക്വാളിറ്റിയിൽ തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്ത് വരുന്നത്. അല്ലെങ്കിൽ വല്ല വീട്ടിൽ നിന്ന് കണ്ടാൽ പോരെ. എന്താ ആൾക്കാരുടെ വീട്ടിലൊന്നും ഇപ്പോൾ എന്താ QLED TV അല്ലെങ്കിൽ പോട്ടെ ഒരു LED TV ഇല്ലേ? എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കണ്ടാൽ പോരെ. എന്നിട്ടും ആൾക്കാർ എന്തിനെ തിയേറ്ററിൽ വരുന്നത്? കാരണം ഇത്രയും ജനങ്ങളുടെ കൂടെ ഒരുപോലെ സിനിമ എന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഒരു വലിയ ഹോളിലിരുന്ന് തിയേറ്ററിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നത്. അപ്പോഴാണ് കുറേ കൊണച്ചവന്മാർ വന്നിട്ടാണ് കൊണ അവന്മാരുടെ ഉദ്ദേശം തിയേറ്ററിൽ വേറെ തപ്പാനും അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾക്കും വന്ന ടീമുകളാണ് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ചിലവന്മാരുണ്ട് മറ്റേ ഒരു 5 പേര് വഞ്ഞാൽ ഒരു ഊള ഉണ്ടാവും. അതിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. 5 പേര് വന്നുകൊണ്ട് കൂടാമെന്നായിരിക്കും. അവൻ കാരണം ആ കംപ്ലീറ്റ് തിയേറ്ററിൽ ഇരിക്കണവന്മാർക്ക് ശല്യമായിരിക്കും. ഇവൻ ശബ്ദവും കുറക്കൂല, ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ സെയിൽസ് ടീമുണ്ട്. അവന്മാർ മറ്റേ ഓഫീസിൽ പോകില്ല, തിയേറ്ററിൽ വന്നിരുന്ന് ബാക്കിയുള്ളവരും കൂടി വെറുപ്പിക്കും. ഇവന്മാരെ കംപ്ലീറ്റ് സെയിൽസ് മറ്റേ ഫോണിലായിരിക്കും. മറ്റേ അയ്യോ അത് സാറ് മറ്റേ കോപ്പ് മാങ്ങാത്തൊക്കെ. ശരിക്കും പറയാമല്ല, ഇത് വല്ല മറ്റേ ലോലെസ് ലാൻഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പേർജ് ലെവൽ ലാൻഡ് ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ചെരിപ്പൂരി അടിക്കും ഞാൻ. ഇവന്മാരെയൊക്കെ ചെരിപ്പൂരി ഞാൻ അടിക്കുമായിരുന്നു. അതിനുള്ള ഓപ്ഷൻ എനിക്ക് തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്താനെ. കാരണം അതിൽ വെറുപ്പിക്കലാണ് ഇവന്മാർ തിയേറ്റർ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓൾറെഡി ഒടുക്കത്തെ ടിക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കുറേ നാറികളുടെ വേറെ ഇടപാടുകൾ. അത് പല ടൈപ്പ് ആൾക്കാർ വരും. ഞാൻ പറയുന്നത് അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ചെയ്തോട്ടെ. ലൈറ്റ് കുറച്ച് വെച്ച് അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് വെച്ച് ഹെഡ്ഫോൺ വെച്ച് നീ എന്ത് പിണ്ടം വേണമെങ്കിൽ കാണിക്കുക. ഇത് ബാക്കിയുള്ളവർക്കും കൂടി ശല്യമാണ്. അപ്പോൾ ഇരട്ടി വെറുപ്പായിരുന്നു നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത് വെച്ചാൽ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ടിക്കറ്റ് പ്രൈസെങ്കിലും കുറവാണെന്നുള്ള കാര്യത്തിൽ ബാംഗ്ലൂരുകാർക്ക് സമാധാനപ്പെടാം. ബാംഗ്ലൂരിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ കോർണർ സീറ്റ്സ് കിട്ടാനാണ് ഏറ്റവും പാട്. കാരണം അതെപ്പോഴും ഫില്ലായി പോകുന്ന അവസ്ഥയാണ്. സെൻട്രൽ സീറ്റൊക്കെ പിന്നെയും പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ സെൻട്രൽ സീറ്റിൽ കൊണ്ടിട്ട് ഇവന്മാർ പിക്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കോണാത്തിൽ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കിട്ടി. അവന്മാർക്ക് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കർണാടക ഗവൺമെൻറ്. പൊളിച്ച്. എനിക്ക് ഇത്രയും സന്തോഷം ഈ അടുത്തൊന്നും വേറെ ഒന്നിനും വന്നിട്ടില്ല എന്ന് എനിക്ക് തുറന്ന് പറയേണ്ടി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്തോഷമായി. ആ മറ്റേ ബിഗ് ബോസിൽ നിന്ന് മറ്റേ മസ്താനി ഇറങ്ങിപ്പോയപ്പോഴേക്കും മറ്റേ പയ്യൻ കിടന്ന് തുള്ളിയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നും പറയാനില്ല. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഗംഭീര പരിപാടി. വാട്ടെ വേറെ ലെവൽ പണി ഫ്രം കർണാടക ഗവൺമെൻറ്. ആ പൊളിച്ച്. ഗവൺമെൻറ്
ഇങ്ങനെ ചെയ്യണം, ഇത് നേരത്തെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ഇതുമൂലം വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനൊന്നും പോകണില്ല. ആൾക്കാർക്ക് ഗുണമുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. കൊള്ളില്ലാത്ത തിയേറ്റർ നിർത്തിപ്പോങ്ങി പോട്ടെന്നേ, അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ നിർത്തിപ്പോട്ടെ, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ ഒരു ദയം ദാക്ഷിണ്യം എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എല്ലാവരും വാഴ്ത്തിപ്പാടണമെന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് നല്ല എക്സ്പീരിയൻസ് നൽകുന്ന, നമ്മുടെ പൈസയ്ക്ക് മൂല്യം നൽകുന്ന, അതിപ്പോൾ ഭക്ഷണമായാലും ശരി തിയേറ്റർ ആയാലും ശരി എല്ലാം അതിനോട് സപ്പോർട്ട് ചെയ്യാനേ എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഇവന്മാരൊക്കെ വളർത്തി മറ്റേവിടെ നന്മപരമായിട്ട് ജീവിച്ചിട്ട് വല്ല എന്ത് കാര്യമിരിക്കണം. നമ്മുടെ പൈസയും നമ്മൾ കളയണം, അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. നല്ലത് തരുന്നവൻ നല്ല രീതിയിൽ പോട്ടെ, അല്ലാത്തവനൊന്നും ഇവിടെ ബാക്കിയുള്ളവരെ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കണ്ടെന്ന് വെച്ച് ആ ഒരു അഭിപ്രായം എനിക്ക് നല്ലപോലെ ഉണ്ട്. ഞാൻ ഒരു നന്മപരമല്ല, എനിക്ക് നല്ലത് കിട്ടുന്നതിനെ ഞാൻ നല്ലത് പറയുള്ളൂ. മോശം കാര്യം ഞാനിവിടെ തുറന്ന് പറഞ്ഞിരിക്കും. എന്ത് കാരണവശാലും എൻ്റെ ചാനലിൽ അതാണ് അതിൻ്റെ രീതി, ഞാൻ പറഞ്ഞിരിക്കും. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഞാൻ വന്ന് പറഞ്ഞിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള. അതിന് തടയിടാൻ ആര് വന്നാലും അതൊന്നും എനിക്ക് വില പോകുന്ന കാര്യങ്ങളല്ല. കാരണം ഞാൻ പൈസ കൊടുത്താണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഞാൻ പൈസ കൊടുത്താണ് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ റൈറ്റാണ് എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഞാൻ അവിടെ മാന്യതയോടെയാണ് അത് പറയാറുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ആ രുചി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ തിയേറ്ററിലെ എക്സ്പീരിയൻസ് നന്നായിട്ട് തോന്നിയില്ല, ഇതേ ഞാൻ പറയാറുള്ളൂ. അതായത് നിങ്ങളാരും പോകരുത്, നിങ്ങളാരും കഴിക്കരുത്, നിങ്ങളാരും കാണരുത് എന്ന് ഞാൻ പറയാറില്ല. എന്തായാലും ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു കർണാടക ഗവൺമെൻറ് ഫോർ ദിസ്. കാലക്കി എന്താ പറയുക, വേറെ ലെവൽ ഇനിഷ്യേറ്റീവ്. എന്തായാലും തമിഴ്നാട് ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്ത ഈ പരിപാടി ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്സും സ്വീകരിച്ച് വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേരളത്തിലും വരണം, ഡൽഹിയിലും വരണം, മുംബൈയിലൊക്കെ വരണം, എല്ലായിടത്തും വരണം. എന്തൊരു സാധനത്തിനും പ്രൈസ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം വേണം. ഇപ്പം നമ്മൾ കണ്ട ഒരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം, നമ്മളിവിടെ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ആ സാധനത്തിൽ സാനിറ്റൈസറും മാസ്കിനും അതുപോലെ PPE കിറ്റിനുമൊക്കെ തോന്നിയ വില ലേവന്മാർ വാങ്ങിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞു, നിർത്തിക്കോ, ഇതിന് ഇത്ര രൂപ മാക്സിമം ആയിക്കുള്ളൂ, വാങ്ങാൻ പറ്റില്ല എന്ന്. ആ സെയിം പരിപാടി തന്നെ എസെൻഷ്യലായിട്ടുള്ള പല കാര്യത്തിനും ചെയ്യണം. വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യത്തിലും ഒരു ക്യാപ്പിംഗ് വേണം. ഒരു പർട്ടിക്കുലർ ഒരു ഡീസൻറ്റ് പ്രൈസ് അതിൻ്റെ മുകളിലേക്ക് വാങ്ങാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് പറഞ്ഞിരിക്കണം ആണ് എൻ്റെ അഭിപ്രായം. കേരള ഗവൺമെൻറ്റും കൂടി ചെയ്യാൻ പറ്റായിരിക്കുന്നില്ല, ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്ത് കാണിച്ചാൽ നാട്ടുകാർക്ക് നിങ്ങളോട് ഭയങ്കര പ്രീതിയായിരിക്കും, നിങ്ങൾക്ക് ഇനിയും വോട്ട് കിട്ടും. ഇതാരാണോ ചെയ്യണം അയാൾക്ക് തീർച്ചയായിട്ടും ഗംഭീരമായ രീതിയിൽ വോട്ടും കിട്ടും. കാരണം ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോലെ തന്നെയാണ്. സിനിമ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഒരു വെള്ളിയാഴ്ചയായ ഒരു വ്യാഴാഴ്ചയായ ഏതൊരു ഫാമിലിയിലെ ഒരു മെമ്പറെങ്കിലും മിനിമം തിയേറ്ററിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇവിടെ നടപ്പിലാക്കണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം വന്നത് കണ്ടപ്പോൾ, ഭയങ്കര സന്തോഷം. ആസ് എ തിയേറ്റർ ലവർ, ആസ് എ സിനിമ ലവർ, ഐ ആം സോ ഹാപ്പി. ഫൈനലി ബാംഗ്ലൂർ തിയേറ്റേഴ്സ് ഇഷ്ടപ്പെടുന്ന, ബാംഗ്ലൂർ സിനിമ സ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു നീതി ലഭിച്ചതിന്. ഇനിയുള്ളത് അവർക്ക് വേറെ കുറച്ച് തിയേറ്റേഴ്സും ഈ ഒരു കാരണത്താൽ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവർ ഫോഴ്സ്ഡ് ആവും. ആൾക്കാർ വരാതിരിക്കുമ്പോഴൊക്കെ എന്തായാലും ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ. ആൾക്കാർ ഇനി ചിന്തിക്കാൻ തുടങ്ങും. ആൾക്കാർ നോക്കുമ്പോൾ എന്താ, ഞാനിവിടെ ഈ പൊട്ട തിയേറ്ററിൽ എന്തിനാണ് പോയി കാണുന്നത്, എല്ലായിടത്തും ഒരേ വിലയല്ലേ, നല്ല പ്രൊജക്ഷനും സൗണ്ടുള്ള തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ മോശം തിയേറ്റേഴ്സ്, മോശം ടെക് ഉപയോഗിക്കുന്ന തിയേറ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ നിർബന്ധിതരാവും. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ പൂട്ടിപ്പോക്കോട്ടെ, ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ പറയൂ, പൂട്ടിപ്പോക്കോട്ടെ. കൊള്ളില്ലാത്ത സാധനങ്ങൾ നിർത്തിപ്പോണം, നല്ല സാധനങ്ങളല്ലല്ലോ നിർത്തിപ്പോകേണ്ടത്. നല്ലപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി നൽകുന്ന തിയേറ്റേഴ്സ് നിലനിൽക്കട്ടെ, അല്ലാത്തവർ നിർത്തിപ്പോട്ടെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരു ദയം ദക്ഷിണയും ഞാൻ കാണിക്കില്ല. അവിടെ ഒരു മനുഷ്യപ്പറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അത് തന്നെയാണ്. കാരണം നമുക്ക് നല്ലത് തരുന്നത് പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, അതാണ് എൻ്റെ നിലപാട്. കുറേ ആൾക്കാരെ പോലെ ഞാൻ നന്മപരമാണ്, ഞാൻ എല്ലാവരെയും സഹായിക്കും. എനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെൻ്റെ നിലപാട്, എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ഒരു ചിന്താഗതി. നിങ്ങൾക്കത് വേണമെന്ന് ഞാൻ വാശി പിടിക്കാനും പോകണില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തിരിച്ചും വേണം. ഞാൻ ഇങ്ങനെ അല്ലാതെ ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ ആർക്കും അവകാശമില്ല. അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കണ്ടപോലെ ഓടിക്കൊള്ളാമെന്ന് ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സന്തോഷമായി, വളരെ ഹാപ്പിയായി. ഇത് പ്രമാണിച്ച് ഞാൻ എന്തായാലും കുറച്ച് സിനിമ കണ്ട് സന്തോഷിക്കാൻ പോണേ. എന്തായാലും
സോ ഹാപ്പി ഫോർ പീപ്പിൾ ഓഫ് ബാംഗ്ലൂർ.